ശരി, ഷിപ്പി രംഗനാഥൻ, കരുണിനെ കുറിച്ച്. അല്ല, കരുൺ നായർ മോസ്റ്റ് അൺലക്കി ക്രിക്കറ്റർ. ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് ടീമിൽ നിന്ന് പുറത്ത് അടുത്ത ടെസ്റ്റിൽ കളിക്കാൻ പറ്റാത്തൊരു വ്യക്തി. വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസുകൾ വാരിക്കൂട്ടിയതിനു ശേഷമാണ് വീണ്ടും ടീമിൽ വരുന്നത്. പക്ഷെ ടീമിൽ വന്ന കരുൺ നായർ ആ ഒരു മികവ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദമായിരിക്കാം. കാരണം കരുൺ നായർ എടുത്തപ്പോൾ തന്നെ വളരെ അധികം വിമർശനങ്ങളൊക്കെ ഉണ്ടായി. എന്തിനാണ് തിരിച്ചെടുത്തത് കരുൺ നായരിനെ? പക്ഷെ എടുക്കേണ്ട സമയത്ത് എടുക്കാതെ കളിപ്പിക്കേണ്ട ആ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ പെർഫോം ചെയ്ത് എല്ലാ മത്സരങ്ങളിലും പെർഫോം ചെയ്ത് ടെസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു കടുത്ത സമ്മർദ്ദമുണ്ട്. അതും ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ കളിക്കുമ്പോൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കലും നമുക്ക് കുറവായിട്ട് പറയാൻ സാധിക്കില്ല. എനിക്ക് തന്നെയും താമസിച്ചു പോയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. യെസ്, രാഹുലിനെ പറയാതെ പറ്റില്ലല്ലോ. കാര്യം നന്നായി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ഇന്നിങ്സിൽ മോശം പ്രകടനമായി പോയെങ്കിൽ പോലും രാഹുലിന്റെ സാന്നിധ്യം എത്രമാത്രം കരുത്തു പകരുന്നുണ്ട് ഈ ടീമിന്? വളരെ വളരെ മികച്ച ഏറ്റവും KL രാഹുലിന്റെ ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ നമ്മളെപ്പോഴും രോഹിത് ശർമ്മയുടെ ഒരു കുറവ് എങ്ങനെ ഓപ്പണിംഗ് പരിഹരിക്കും. ഇപ്പൊ ജയ്സ്വാൾ, KL രാഹുൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ KL രാഹുൽ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് KL രാഹുലിനെ എനിക്ക് തോന്നുന്നു ഇതുവരെ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ ഏത് ഓർഡറിലും KL രാഹുൽ ഇപ്പോ ബാറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയർ ആയിട്ട് KL രാഹുൽ മാറിയിരിക്കുന്നു. അത് ഈ ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ഒരു ശൈലിയാണ്. കാരണം ആ ബാറ്റിങ്ങിന്റെ ആ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഷോട്ടും കളിക്കാൻ പറ്റുന്ന ഒരു താരം. അത് KL രാഹുലിന്റെ ആ ഒരു ഡേ ആയിട്ട് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഏത് ബോളറിനെയും അദ്ദേഹത്തിന് അനായാസം ബാറ്റ് ചെയ്ത് റണ്ണടിക്കാനായിട്ട് സാധിക്കും. ഷിപ്പി രംഗനാഥൻ, അതായത് സമീപകാല ടെസ്റ്റ് ക്രിക്കറ്റിൽ മിക്ക മത്സരങ്ങളിലും ഫലമുണ്ടാകുന്നുണ്ട്. അതിനൊരുപക്ഷെ കാരണം ഈ 2020 സ്വാധീനമൊക്കെ ആകാം. കാരണം ജയ്സ്വാളിനെ പോലെ, പന്തിനെ പോലെ താരങ്ങൾ കൂടുതൽ ആക്രമണോത്സുകതയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും കാഴ്ചവെക്കുന്നത്. അതാകുമോ കാരണം? ഈ 2020 സ്വാധീനമാകുമോ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയത്? അല്ല, അത് പിച്ചിന്റെ ഒരു സ്വാധീനമുണ്ട്. നമ്മളിപ്പോ പിച്ച് ബോളർമാർക്ക് പൂർണ്ണമായിട്ടും ഒരു രീതിയിലും ഒരു ഹെൽപ്പ് കിട്ടുന്നില്ല. നമ്മൾ ആദ്യ ടെസ്റ്റ് കണ്ടാണ് 400 എല്ലാ ഇന്നിങ്സും 400 ഇപ്പൊ സമാനമായ രീതിയിലാണ് ഈ ടെസ്റ്റും പോകുന്നത്. അപ്പൊ പിച്ച് ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല കൃഷ്ണരാജ്. നമ്മളിപ്പോ ഒരു ടെസ്റ്റ് 2 ദിവസത്തിലൊക്കെ തീർന്ന ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെ ബോളർമാർക്ക് ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പിച്ച് ഇന്ന് ബാറ്റർമാർക്ക് അനുകൂലമാകുന്നു. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റർമാരുടെ ഒരു ഗെയിമായിട്ട് മാറും. അപ്പൊ അങ്ങനെ കാണികൾ അത് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഋഷഭ് പന്തിനെ പോലെയുള്ള ഒരു താരം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ബൗണ്ടറികളും സിക്സുകളും കാണാനായിട്ട് കാണികൾ അത് ആവേശത്തോടു കൂടി നമ്മൾ നോക്കുന്നു. പക്ഷെ ടെസ്റ്റും ആ ശൈലിയിലോട്ട് പോവുകയാണ്. കാരണം ഇപ്പോ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 400-ലധികം റൺസ്. മറ്റുള്ള മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റിൽ തന്നെ 400 നേടുക എന്നുള്ളത് ഇരു ടീമുകളും അങ്ങനെയായിരുന്നു. അപ്പൊ കാലങ്ങൾ മാറി, ഇന്ന് കളിയുടെ ആ പിച്ചിന്റെ എഫക്റ്റും മാറുന്നു. അതാണ് ഒരു കാരണം. പിച്ചിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അങ്ങയോട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ പോലെ, രാഹുലിനെ പോലെ, ഋഷഭ് പന്തിനെ പോലെ, ജയ്സ്വാളിനെ പോലെയുള്ള താരങ്ങളുള്ള ഈ ടീമിനെ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ഇംഗ്ലണ്ടിന് ഉണ്ടാകുമോ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കാം, വരാനിരിക്കുന്ന ടെസ്റ്റുകളിൽ അതാണ് ചോദ്യം. അല്ല, ഇന്നൊരു ക്വാളിറ്റി സ്പിന്നർ ഇംഗ്ലണ്ടിനില്ല. ഒരു ക്വാളിറ്റി ജെയിംസ് ആൻഡർസണമാരി ഒരു ക്വാളിറ്റി ഫാസ്റ്റ് ബോളർ ടീമിലില്ല. അപ്പൊ അവരെല്ലാം ഒരു മീഡിയം ടീമാണ് അവരുടെ. ഇപ്പൊ ജോ റൂട്ട് മാത്രമാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആ ടീമിലുള്ളത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ സ്മിത്ത് ആയാലും ബാക്കിയുള്ള താരങ്ങളൊക്കെ പുതിയ താരങ്ങളാണ്. അപ്പൊ അവരും ഒരു പുതിയ ടീമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനും ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇംഗ്ലണ്ട് ഒരിക്കലും മുതിരില്ല. കാരണം ഒരു ബോളിംഗ് വിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യൻ ബോളർമാർ വളരെ മികച്ച രീതിയിൽ ഏത് പിച്ചിലും എറിയാൻ കഴിവുള്ള ബോളർമാരായിട്ട് ലോകത്തിൽ മാറിയിരിക്കുന്നു. സിറാജ് ആയാലും ആകാശ് ദീപിലെ കൂടാതെ ബുംറയ്ക്ക് ഒരു വിക്കറ്റ് ലൈവ് വിക്കറ്റ് ആണെങ്കിൽ ബുംറയെ കളിക്കാൻ പാടായിരിക്കും. അത് ഇംഗ്ലണ്ടിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവര് പൂർണ്ണമായിട്ടും ഒരു ബാറ്റിംഗ് വിക്കറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്.